ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 and NMMS. അപ്പോൾ നമ്മൾ NMMSൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡിസംബർ 13 നമ്മൾ എക്സാം എന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടിയാണ് മുന്നിലുള്ളത്. സോ ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് NMMS എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സയൻസിൻ്റെയും മാത്സിൻ്റെയും സോഷ്യലിൻ്റെയും മാത്തിൻ്റെയും ഒക്കെ ഒരുപാട് സെഷൻസ് ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ NMMSന് മാത്രമായിട്ടൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീക്കിൽ തന്നെ സൺഡേസും ഇനി നെക്സ്റ്റ് വീക്ക് വരുന്ന വീക്കുകളിലേക്കൊക്കെ മോക്ക് ടെസ്റ്റുകളുണ്ട്. സോ മോക്ക് ടെസ്റ്റ് നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിനും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ സയൻസിലെ വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം, വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പോയി നോക്കാം. സോ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് 1 സെക്കൻഡ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ വന്നിട്ടുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following gases are obtained during the electrolysis of acidified water? അല്ലെങ്കിൽ അമ്ലീകരിക്കപ്പെട്ട ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലഭിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ അസിഡിഫൈഡ് ആയിട്ടുള്ള വാട്ടറിനെ അല്ലെങ്കിൽ അസിഡിക് കണ്ടന്റ് ഉള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. ലൈക്ക് നമ്മൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഗ്യാസസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ വാതകങ്ങളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ക്ലോറിൻ ആൻഡ് ഓക്സിജൻ, ക്ലോറിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും, ക്ലോറിനും ഓക്സിജനും, ക്ലോറിനും കാർബൺ ഡൈ ഓക്സൈഡും, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും എന്നാണ് നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ അമ്ലീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അസിഡിഫൈഡ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു പവർ സപ്ലൈ ഇവിടെ ഒരു പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മളെ വാട്ടറിലുള്ള വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം H2O ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ളതാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് വാട്ടർ എന്ത് ചെയ്യും, വിഘടിക്കും. അല്ലെങ്കിൽ ഈ H2O വിഘടിച്ചിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റിയാക്ഷനാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വൈദ്യുത വിശ്ലേഷണം സംഭവിക്കുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസുമാണ് വാതകങ്ങളായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും ഓക്സിജന് ഇതിലൂടെ പോകുന്നതും ഹൈഡ്രജൻ ഇതിലൂടെ പോകുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 2 സെൽസ് അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ ഇറക്കി വയ്ക്കും, 2 ഇരുമ്പിൻ്റെ ദണ്ടുകൾ അല്ലെങ്കിൽ അയൺ റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഇലക്ട്രോഡ് എന്നാണ് വിളിക്കുക. അപ്പം ആ ഒരു ഇലക്ട്രോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജനും ഓക്സിജനും ആണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഈ റിയാക്ഷൻസ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജനും ഓക്സിജനും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും പറഞ്ഞ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ അസിഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്: ഐസ് ഈസ് അറ്റ് 0 degree Celsius kept in a vessel is continuously heated, the density of water thus formed will. അതായത് ഒരു പാത്രത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ വച്ചിരിക്കുന്ന ഐസ് കട്ടകൾ തുടർച്ചയായി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് ഉരുക്കി ഉണ്ടാക്കുന്ന ജലത്തിൻ്റെ സാന്ദ്രത എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഐസ് വെസലിൽ കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് കട്ടകൾ തുടർച്ചയായി ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഉരുകി ഉണ്ടാകുന്ന ജലത്തിൻ്റെ സാന്ദ്രത എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. തുടർച്ചയായി ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ഇൻക്രീസ് കണ്ടിന്യൂസ്ലി ആണോ, അല്ലെങ്കിൽ തുടർച്ചയായി വർദ്ധിക്കുന്നതാണോ, ഡിക്രീസ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ തുടർച്ചയായി കുറയുന്നതാണോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് എന്നാണോ, ആദ്യം വർദ്ധിക്കും പിന്നെ കുറയുന്നതാണോ, ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസ് എന്നാണോ, ആദ്യം കുറയും പിന്നെ വർദ്ധിക്കുന്നതാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പിക്ചർ നോക്കാം. അപ്പോൾ പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഐസാണ് കേട്ടോ.
ഇതാണ് ഐസാണ്, ഐസ് കട്ടയാണ്. ഐസ് കട്ട ആയിരുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഡെൻസിറ്റി അതിന് കുറവായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത് എന്താണ്? നമ്മൾ ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐസ് കട്ടയ്ക്ക് ഡെൻസിറ്റി ഏറ്റവും കുറവാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അത് കോൾഡ് വാട്ടർ ആവുന്ന സമയത്ത്, അതായത് തണുത്ത വെള്ളത്തിലേക്ക് ആവുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിരിക്കുക തണുത്ത വെള്ളത്തിനാണ്. ഇനി ചൂട് വെള്ളത്തിലേക്ക് ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഡെൻസിറ്റി വീണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത വീണ്ടും കുറയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ആദ്യം എന്ത് ചെയ്യും? ഈ ഐസ് കട്ട ആയിരുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി ഏറ്റവും കുറവാണ്. അതിൽ നിന്ന് കോൾഡ് വാട്ടറിൽ എത്തുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഏറ്റവും കൂടുതലാവും. പിന്നെ അത് വാം വാട്ടർ, അത് ചൂട് വെള്ളമാവുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന് ഡെൻസിറ്റി വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ആദ്യം ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല അത് സാന്ദ്രത കൂടിയതുകൊണ്ടല്ല അത് താഴേക്ക് വരുന്നത്. അപ്പം സാന്ദ്രത കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഡെൻസിറ്റി ആദ്യം കൂടും, ദെൻ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഡെൻസിറ്റി എന്താണ്? ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. സോ ഓപ്ഷൻ 3 ആണെന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ആദ്യം തണുത്ത വെള്ളം ആവുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഐസ് കട്ടയിൽ നിന്ന് നേരെ തണുത്ത വെള്ളത്തിലേക്ക് വരുന്ന സമയത്ത് ഡെൻസിറ്റി കൂടും. എന്തുകൊണ്ടാണ് ഡെൻസിറ്റി കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വോളിയം എന്താണ്? കൂടുതലാണ്. വോളിയം കൂടുതലാണ്. ഓക്കെ, വോളിയം കൂടുതലാണ്. വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഡെൻസിറ്റി ഇവിടെ കുറവായിരിക്കും. ഇനി ഇവിടെ എന്താണ്? വോളിയം എന്താണ്? കുറവാണ്. വോളിയം കുറവാകുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടും. ഓക്കെ, വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും. അതുപോലെ തന്നെ വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുമെന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. സോ അവിടെ വരുന്ന ഓപ്ഷൻ 3 ആണ് എന്താ? റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ആദ്യം കൂടും, പിന്നീട് കുറയും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ടർ ബ്രേക്സ് ഇൻടു കോൺസ്റ്റിറ്റ്യുവൻസ്. ജലത്തെ അതിൻ്റെ ഘടകങ്ങളാക്കി വേർതിരിക്കുന്നത് ഏത് പ്രോസസ്സിലാണെന്നാണ് ചോദിക്കുന്നത്. ചൂടാക്കുമ്പോഴാണോ? അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് ആണോ? പാസിങ് ഇലക്ട്രിസിറ്റി ആണോ? സൺലൈറ്റ് ആണോ? അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴാണോ കാന്തിക മണ്ഡലം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കാന്തിക മണ്ഡലം ഉപയോഗിച്ച് കാന്തം യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? സൂര്യപ്രകാശം ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ വാട്ടർ ബ്രേക്ക് ആവും. എപ്പോഴാണ് ബ്രേക്ക് ആവുക? നമ്മൾ നേരത്തെ കണ്ടു, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ബ്രേക്ക് ആവും. അത് ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിച്ചത്. സോ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നത്. സോ ഈ കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ വാട്ടർ നീരാവിയായിട്ട് പോവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ കാന്തിക മണ്ഡലം ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കാന്തിക മണ്ഡലം ഉപയോഗിക്കുമ്പോൾ അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നുണ്ടില്ല. അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വരുന്നില്ല. സൺലൈറ്റ് കൊടുക്കുമ്പോഴും എന്താണ്? അത് നീരാവിയായിട്ട്, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ, ബാഷ്പീകരണം എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്താ അവിടെ നടക്കാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കലി മെറ്റൽ ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് വെൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ? അതായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആൽക്കലി ലോഹത്തിനാണ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ക്രിയാശീലത ഏറ്റവും കുറവുള്ളത് എന്നാണ് ചോദിച്ചത്. അതായത് ഏറ്റവും വാട്ടറുമായിട്ട് റിയാക്റ്റീവ് അല്ലേ, വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നതിൽ ഏറ്റവും കുറവ് റിയാക്ഷൻ കാണിക്കുന്നത് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് വാട്ടറിൽ നമ്മൾ ഇവരെല്ലാം മെറ്റൽസ് ആണ് കേട്ടോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീഷ്യം ഒക്കെ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ മെറ്റൽസ് ആണ്. ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ വാട്ടർ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കാണിക്കുക ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് റിയാക്ഷൻ കാണിക്കുക ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ഒരു ഓർഡർ ഉണ്ട്. റിയാക്ഷൻ കാണിക്കുന്നതിൽ ഒരു ഓർഡർ ഉണ്ട്. അതിനാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുക. ഇവരൊരു ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ. നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ കോളത്തിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുക. അതിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീഷ്യം ഒക്കെ വരുന്നുണ്ട്. സീഷ്യം, ഫ്രാൻസിയൊക്കെ അവിടെ വരുന്നുണ്ട്. സോ ലിഥിയം, അതുപോലെ തന്നെ സോഡിയം, അത് കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യം വരുന്നത്, ദെൻ സീഷ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുക സീഷ്യമാണ്. അതിനേക്കാളും കുറവ് കാണിക്കുക പൊട്ടാസ്യമാണ്. അതിനേക്കാളും കുറവ് കാണിക്കുക സോഡിയമാണ്. അതിനേക്കാളും കുറവ് കാണിക്കുക ആരാണ്? ലിഥിയമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ഷൻ കാണിക്കുന്നതിൽ ഏറ്റവും കുറവ് ആരായിരിക്കും ഉണ്ടാവുക? ലിഥിയമാണ് ഉണ്ടാവുക. സോ ലിഥിയം ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ
1 ആണ് എന്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ ഏറ്റവും റിയാക്ഷൻ കുറവ് കാണിക്കുക വാട്ടറിനോട്, ഏറ്റവും റിയാക്ഷൻ കുറവ് കാണിക്കുക ലിഥിയാണെന്ന് മനസ്സിലാക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു മെറ്റൽസ് ഒക്കെ ലൈക്ക് സോഡിയം പൊട്ടാസ്യം ഒക്കെ നമ്മൾ വാട്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അവിടെ ഒരു പൊട്ടിത്തെറി പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോഡിയം പൊട്ടാസ്യം ഒക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും റിയാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അതിനേക്കാളും കുറവ് റിയാക്ഷൻ കാണിക്കുന്ന ലിഥിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. വൈ ഈസ് ലൈം ആഡഡ് ഇൻ കോയാഗുലേഷൻ പ്രോസസ് ആസ് പാർട്ട് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്? അതായത് ജലശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കൊയാഗുലേഷൻ പ്രക്രിയയിൽ കുമ്മായം എന്തിനാണ് ചേർക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടു സെഡിമെന്റ് സോൾട്ട് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ, കരപദാർത്ഥങ്ങളെ അല്ലെങ്കിൽ അടിയിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്ക് സെഡിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ pH വാല്യൂ ഓഫ് വാട്ടർ, ജലത്തിന്റെ pH മൂല്യം കുറയ്ക്കാൻ, അതുപോലെ ടു റെഡ്യൂസ് ദ അസിഡിക് നേച്ചർ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ജലത്തിന്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കാൻ, ഇനി ടു ഡിസ്ട്രോയ് ബാക്ടീരിയ പ്രസന്റ് ഇൻ വാട്ടർ, ജലത്തിന്റെ ബാക്ടീരിയകളെ നശിപ്പിക്കാനാണ്. ഏതായിരിക്കും നമ്മൾ ഈ ലൈം അല്ലെങ്കിൽ കുമ്മായത്തിനൊരു സ്വഭാവം ഉണ്ട് അല്ലേ, എന്താണ് ആൽക്കലൈൻ സ്വഭാവമാണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ്. സോ കുമ്മായം pH വാല്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. കുമ്മായത്തിന്റെ pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് എ ബേസ്, അതെന്താണ് ഒരു ബേസ് ആണ്. സോ അതിനെ നമ്മൾ എന്തിനായിരിക്കും pH വാല്യൂ കുറയ്ക്കാനായിരിക്കും യൂസ് ചെയ്യുക? ഒരിക്കലുമല്ല. pH വാല്യൂ കുറയ്ക്കാൻ നമുക്ക് അതിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സംഭവിക്കില്ല അല്ലേ. pH വാല്യൂ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു ആസിഡാണ് അവിടേക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒഴിക്കേണ്ടത്. സോ pH വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല. ലൈം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇനി ടു സെഡിമെന്റ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ ദ വാട്ടറിലുള്ള സോളിഡ് മാറ്ററിനെ എന്ത് ചെയ്യുക സെഡിമെന്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ അടിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. അത് നമ്മൾ എന്ന് പറയുന്ന ഒരാളെയാണ് യൂസ് ചെയ്യുക. എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് ഇറ്റ്സ് എൻ അലോയ്, അതൊരു അലോയിനാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതും എന്താണ് റോങ് ആണ്. കര പദാർത്ഥങ്ങളെ അടിയിക്കാൻ നമ്മൾ ആലമാണ് യൂസ് ചെയ്യുക. ഇനി ടു റിഡ്യൂസ് ദ അസിഡിക് നേച്ചർ ഓഫ് വാട്ടറിന് അസിഡിക് നേച്ചർ ഉണ്ടാവും. വേസ്റ്റ് വാട്ടറിന് അസിഡിക് നേച്ചർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ അസിഡിക് നേച്ചർ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൈം അല്ലെങ്കിൽ കുമ്മായം ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി ബാക്ടീരിയകളെ കൊല്ലാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ക്ലോറിൻ ആണ് കേട്ടോ. ക്ലോറിൻ ആണ്. അതുപോലെ തന്നെ ക്ലോറിന് അതുപോലെ തന്നെ UV രശ്മികളൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ ബാക്ടീരിയനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്താണ് റോങ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണെന്ത് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വീടുകളിലും ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ് യൂസ് ഇൻ ഹോംസ്, ഓഫീസ് എക്സെട്ര. അതായത് നമ്മൾ വീടുകളിലും ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്യൂരിഫയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, അതായത് ഫിൽട്രേഷനും ക്ലോറിനേഷൻ ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ക്ലാരിഫ്ലൊക്കുലേഷൻ ആണോ, അല്ലെങ്കിൽ ഫിൽട്രേഷനും അൾട്രാവയലറ്റ് രശ്മികളും കടത്തിവിടലാണോ, അല്ലെങ്കിൽ എയറേഷൻ ആൻഡ് ഫിൽട്രേഷൻ ആണോ? അപ്പോൾ നമ്മൾ വേസ്റ്റ് വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ബാക്ടീരിയാസ് നമ്മൾ വീടുകളിലും ഓഫീസുകളിലൊക്കെ നമ്മൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ കില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ UV റേസ് ആണ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഓക്കെ, UV അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ UV രശ്മികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അതെന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് വേണം. നമ്മുടെ വീടുകളൊക്കെ യൂസ് ചെയ്യുന്ന പ്യൂരിഫയേഴ്സിൽ നിർബന്ധമായിട്ടും UV റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൽ വാട്ടർ ഫിൽട്രേഷൻ എന്ത് ചെയ്യും നടക്കും. അപ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എയറേഷനും ഫിൽട്രേഷനും നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്ലാന്റിലൊക്കെ എയർ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ സെഡിമെൻ്റ് അല്ലെങ്കിൽ സ്ലഡ്ജിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇനി ഫിൽട്രേഷൻ ആൻഡ് ഫിൽട്രേഷനും ക്ലോറിനേഷനൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ക്ലോറിനൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ക്ലോറിൻ വാട്ടറൊക്കെ നമ്മൾ ഡ്രിങ്ക് ചെയ്യാറുണ്ട്, എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടി ബാക്ടീരിയനൊക്കെ കില്ല് ചെയ്യാൻ പറ്റുന്നത് അൾട്രാ വയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് നമ്മൾ കടത്തിവിടുകയാണ്. സോ ഫിൽട്രേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് അൾട്രാ വയലറ്റ് റേസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ക്ലാരിഫ്ലൊക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആലം പോലെയുള്ള
മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്, ആലം പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലെ ഖരമാലിന്യങ്ങൾ അല്ലെങ്കിൽ അതിൽ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീക്കിനെയാണ് ക്ലാരി ഫ്ലൊക്കുലേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഈസ് ഹൈ വെൻ ഡാഷ്. ഡാഷ് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ലയിക്കുന്നത് എന്താണ് വേണ്ടത്, എന്താണ് കൂടുതലായിട്ട് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഈസ് ലോ, മർദ്ദം കുറയുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ലയിക്കുക എന്ന് പറയുന്നുണ്ട്. പ്രഷർ ഈസ് ഹൈ, മർദ്ദം കൂടുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഈസ് ഹൈ, താപനില കൂടുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. നൺ ഓഫ് ദ അബോവ്, മുകളിൽ പറഞ്ഞവ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വാട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലയിപ്പിക്കുന്നുണ്ട്. എവിടെയാണ്, നമ്മൾ സോഡ ഉണ്ടാക്കുമ്പോൾ അല്ലേ. സോഡ എന്ന് പറയുന്നത് എന്താണ്, കാർബോണിക് ആസിഡ് ആണ് അല്ലേ. കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർബോണിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ H2O, വാട്ടറും ആരും കൂടി ചേരണം, കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡായി മാറുമ്പോഴാണ് അത് സോഡ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ഗ്യാസിനെ വാട്ടറിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗ്യാസിനെ കംപ്രസ് ചെയ്യണം. ആ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റണം. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ ഒരുപാട് മർദ്ദം നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് ലയിക്കുക. സോ പ്രഷർ ഈസ് ഹൈ, വെൻ പ്രഷർ ഈസ് ഹൈ the carbon dioxide will dissolve in water നമുക്ക് പറയാം. അല്ലെങ്കിൽ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ലയിക്കും എപ്പം, മർദ്ദം കൂടുമ്പോൾ. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോഡ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോഡ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ്. അതായത് ജലത്തിൻ്റെ സ്ഥിരമായ കാഠിന്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ സാന്നിധ്യം മൂലമാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ്, അല്ലെങ്കിൽ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ. ഇനി കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അതർ സോളിബിൾ പാർട്ടിക്കിൾസ്, മറ്റ് ലയിക്കുന്ന കണികകൾ എന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ വാട്ടറിലൊക്കെ ഹാർഡ്നെസ് ഉണ്ടാവും. ചില വാട്ടർ ഹാർഡ് ആയിരിക്കും, ചില വാട്ടർ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹാർഡ്നെസ്, അതായത് പെർമനൻറ്റ്, രണ്ട് തരത്തിലുള്ള ഹാർഡ്നെസ് നമ്മൾ വാട്ടറിൽ നമുക്ക് കാണാൻ പറ്റും. വൺ ഈസ് പെർമനൻറ്റ്, അതായത് സ്ഥിരമായിട്ടുള്ള ഹാർഡ്നെസ് നമുക്ക് വാട്ടറിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സ്ഥിരമായിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് താൽക്കാലികമായിട്ടും വെള്ളത്തിൽ കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സാന്നിധ്യം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ ടെമ്പററിയും അതുപോലെ തന്നെ പെർമനൻ്റ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം പെർമനൻ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ക്ലോറൈഡുകളും സൾഫേറ്റുകളും, അതായത് സൾഫേറ്റുകളും പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും ഉണ്ടാവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെള്ളത്തിന് കൂടുതൽ കാഠിന്യം വരുന്നത്, അല്ലെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് വരുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കാഠിന്യം വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും, പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഇതും മഗ്നീഷ്യത്തിൻ്റെ കാർബണേറ്റ്സും മഗ്നീഷ്യത്തിൻ്റെ കാർബണേറ്റ്സും കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സും ഒക്കെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു കാഠിന്യം വെള്ളത്തിന് വരുന്നത്. ഇവർ രണ്ടുപേരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം ഉണ്ടാവുകയാണ്. വാട്ടറിൽ സൾഫേറ്റുകളും ക്ലോറൈഡുകളും കൂടുതലുള്ള സമയത്ത് എന്താണ്, അവിടെ വാട്ടറിന് പെർമനൻ്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആയിരിക്കും. ഇത് നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റാൻ പറ്റുക. ബട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ പ്രോസസ്സുകളിലൂടെ തന്നെ നമുക്ക് വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കാഠിന്യം കുറച്ചെടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കുക. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത് സൾഫേറ്റും ക്ലോറൈഡ്സും കാരണം, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാഠിന്യം വെള്ളത്തിന് വരുന്നതെന്ന് മനസ്സിലാക്കുക. വെള്ളത്തിന് അതുകൊണ്ടാണ് വരുന്നത് മനസ്സിലാക്കുക. സോ ടെമ്പററിയും അതുപോലെ തന്നെ പെർമനന്റ് ചേഞ്ചസ് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇനി നമ്മൾ കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ഉണ്ടാകുമ്പോൾ ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുക. സോ ടെമ്പററി ഇതുണ്ടാകുമ്പോഴാണ് പെർമനന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കാഠിന്യം സൾഫേറ്റുകളും ക്ലോറൈഡുകളാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന ഈ പാർട്ടിലുള്ള
നമ്മൾ ഈ ഈസി ആയിട്ടുള്ള കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ, നമ്മൾ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും പറയണം. നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ അവിടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ഞായറാഴ്ചകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഗാ മോക്ക് ടെസ്റ്റുകൾ 3 നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെഗാ മോക്ക് ടെസ്റ്റുകളും ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. NMS എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള സീരീസും ഉണ്ട് നമ്മുടെ ചാനലിൽ. ഷോർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഷോർട്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.